ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിത വിജയം സർവപ്രധാനം എന്നുള്ള ധ്യാന വിഷയം നമ്മൾ തുടരുകയാണ്. നാം ഇതിനു മുമ്പ് കാണുകയുണ്ടായി, വിജയരഹസ്യം ദൈവമാണ്. വിജയം ദൈവം നൽകുന്നതാണ്. അതോടൊപ്പം നാം മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം, പാപമാണ് പരാജയ കാരണം ആകാറുള്ളത്. നമ്മുടെ ജീവിതത്തിലാണേലും പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ തന്നെ പാപം. പ്രാർത്ഥിക്കാതിരുന്നതായിരിക്കാം നമ്മുടെ ഏറ്റവും വലിയ പാപം. അതാണ് ശരിക്കും നമ്മളെ പരാജയത്തിലേക്ക് നയിക്കുന്നത്. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. 3 മക്കളുടെ മാതാപിതാക്കൾ രണ്ടുപേരും അനുതാപത്തോടെ, അല്പം കുറ്റബോധത്തോടെ ഏറ്റുപറഞ്ഞ ഒരു കാര്യം. അവർക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ടാക്കാൻ പറ്റി. 3 മക്കളായി. മക്കൾ നന്നായിട്ട് പഠിക്കുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിധത്തിലും ലോകത്തിൻ്റെ കണ്ണുകളിൽ ഒരു വിജയം വരിച്ച കുടുംബം, സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം. പക്ഷെ അവർ ഏറ്റു പറഞ്ഞത്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം അതല്ല. മക്കളാരും പള്ളി പോകാറില്ല, മക്കൾക്ക് ആർക്കും ദൈവവിചാരമില്ല, അവർക്ക് കല്യാണം കഴിക്കണമെന്ന് പോലും ഇല്ല, ലിവിങ് ടുഗെദറൊക്കെ മതി. അങ്ങനെ പല രീതിയിൽ വിഷമം ഉണ്ടാക്കുന്ന ആ സ്വഭാവ രീതികളാണ് ഞങ്ങളുടെ മക്കളിൽ കാണുന്നത്. അതോടൊപ്പം കുടുംബനാഥൻ ഏറ്റുപറഞ്ഞൊരു കാര്യം, ഇതിനെല്ലാം കാരണം ഞാനാണ്, അല്ലെങ്കിൽ ഞങ്ങളാണ്. ഭാര്യയെ പോലും ചേർത്ത് പിടിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് കാരണം ഞാൻ തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്. കാരണം പറഞ്ഞത്, ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്നതിൽ എനിക്ക് പരാജയം സംഭവിച്ചു. പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ, പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്ന കാര്യത്തിൽ എനിക്ക് പരാജയം സംഭവിച്ചു. എൻ്റെ മക്കളുടെ കൂടെ ഇരിക്കുന്ന കാര്യത്തിൽ എനിക്ക് പരാജയം സംഭവിച്ചു. ആ 2 കാര്യങ്ങളാണ് പരാജയ കാരണമായിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞത്. ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് പരാജയം വന്നു. അതുപോലെ എൻ്റെ മക്കളെ ചേർത്ത് പിടിച്ച് അവരെ മനസ്സിലാക്കാനും അവരെ കരുതാനും അവരെ സ്നേഹിക്കാനും അവർക്ക് ആവശ്യമായത് നൽകാനും എനിക്ക് പറ്റാതെ പോയി. റോങ് ഫോക്കസ്, തെറ്റായിട്ടുള്ള ഒരു ശ്രദ്ധ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം സംഭവിച്ചു. കുറെ കൂടെ കാശുണ്ടാക്കണം, അങ്ങനെ പണമുണ്ടാക്കി പണക്കാരനാകണം, ഇങ്ങനെയെല്ലാം ചിന്തിച്ചതിൻ്റെ ആ വെളിച്ചത്തിൽ ജീവിച്ചു പോയതാണ് ജീവിത പരാജയത്തിന് വാതിൽ തുറന്നത് എന്ന കാര്യം അദ്ദേഹം തിരിച്ചറിയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കണം. നമുക്ക് പ്രധാനപ്പെട്ടത്, ഈ ഭൂമിയിൽ കുറച്ച് സുഖജീവിതം ഉണ്ടായാൽ പോരാ, ഈ ഭൂമിയിൽ കുറച്ച് സമ്പത്ത് സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കിയാൽ പോരാ, ഈ ഭൂമിയിൽ മറ്റുള്ളവർ നമ്മളെ ഭാഗ്യവാന്മാരെന്ന് വിളിച്ചാൽ പോരാ. അതിനേക്കാളെല്ലാം ജീവിത വിജയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ബിസിനസ്സിൽ പണമുണ്ടാക്കിയെന്ന് വിചാരിച്ച് ജീവിത വിജയം വരിച്ച വ്യക്തി ആവണമെന്നില്ല. കല്യാണം കഴിച്ചു, മക്കളുണ്ടായി, മക്കളെയും കെട്ടിക്കാൻ പറ്റി, അവരെല്ലാം നല്ല ആഡംബരമായിട്ട് കെട്ടിച്ചു വിടാൻ പറ്റി എന്ന് വിചാരിച്ചും ജീവിത വിജയം അവിടെ ഉണ്ടാവണമെന്നില്ല. നമുക്ക് ഏതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ ഇക്കാര്യം മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. യോഹന്നാൻ 15:5 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ദൈവം പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, ജീവിതത്തിൽ അനുഗ്രഹപ്രദമായ വിജയപ്രദമായി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റണമെങ്കിൽ ദൈവത്തെ കൂടെ നിർത്തണം, ദൈവത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ലെന്ന് കർത്താവ് വചനത്തിൽ അസന്നിഗ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8 മുതൽ വായിക്കുമ്പോൾ മറ്റൊരു സംഭവം നമ്മളവിടെ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനം അമലേക്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ അവർ മുഴുകിയിരിക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. മലമുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കോർ ഗ്രൂപ്പ്, മോശ, അഹ്റോൻ, ഹൂർ. താഴ്വരയിൽ യുദ്ധത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ്, അവരുടെ ലീഡറായിട്ട് പ്രവർത്തിക്കുന്നത് ജോഷുവായും യുദ്ധവീരന്മാരും താഴെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. മലമുകളിൽ പ്രാർത്ഥന നടക്കുന്നു. ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, മോശയുടെ കരം ഉയർന്നു നിന്നപ്പോഴെല്ലാം ഇസ്രായേൽക്കാർക്ക് വിജയമുണ്ടായിക്കൊണ്ടിരുന്നു. മോശയുടെ കരം താഴ്ന്നപ്പോൾ, മോശ സുഖജീവിതം ആഗ്രഹിച്ചതിൻ്റെ പേരിലല്ല, അതുപോലെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് കുറെ കഴിഞ്ഞപ്പോൾ കൈ നേരെ നിൽക്കുന്നില്ല. അവൻ ത്യാഗമെടുക്കാൻ തയ്യാറായെങ്കിലും കൈ നേരെ നിൽക്കുന്നില്ല. എന്നിട്ട് പോലും പരാജയം സംഭവിച്ചു. അപ്പോൾ ഒന്ന് ചിന്തിക്കണേ, കുടുംബനാഥേ, നിങ്ങളുടെ കരം പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഭവനത്തിൽ ഉയരാതെ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലാണേലും എങ്ങനെ ഒരു വിജയം പ്രതീക്ഷിക്കാൻ പറ്റും? നമുക്ക് കരമുയർത്താൻ പ്രയാസം ഉണ്ടായിട്ടല്ല, പക്ഷെ ഉയർത്തിയല്ല. വേണമെങ്കിൽ അങ്ങനെയുള്ള ത്യാഗങ്ങളും പരിത്യാഗ പ്രവൃത്തികളും അതൊന്നും നമ്മുടെ ഡിക്ഷണറിയിൽ പോലും ഇല്ല. ഇവിടെ നമ്മൾ കാണുകയാണ്, മോശ, അഹ്റോൻ, ഹൂർ അവർ ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ്
ഇസ്രായേൽക്കാർക്ക് വിജയമുണ്ടായത്. അപ്പം അതുകൊണ്ട് നമ്മുടെ പാപമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്: പ്രാർത്ഥിക്കുന്നതിലെ പരാജയം, പ്രാർത്ഥിക്കുന്നതിനുള്ള നമ്മുടെ വിമുഖത. അങ്ങനെയുള്ള കാര്യങ്ങൾ മാറിക്കഴിയുമ്പോഴാണ് ജീവിത വിജയം വരിക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഒരു നല്ല മനോഹരമായൊരു കോമ്പിനേഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതാണ് മനുഷ്യപ്രയത്നം ദൈവാനുഗ്രഹത്തോട് ചേരുന്നത്. ഇത് രണ്ടുകൂടെ വരുമ്പോഴാണ് വിജയസാധ്യത ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. എന്നാൽ നമ്മൾ കാണുന്നുണ്ട് ചില വചനഭാഗങ്ങൾ നമുക്ക് തരുന്ന നിർദ്ദേശം നമ്മൾ അവഗണിക്കരുത്. സുഭാഷിതങ്ങൾ 23:4 സമ്പത്തിനു വേണ്ടി അമിതാധ്വാനം അരുത്. ചിലർക്ക് കാശുണ്ടാക്കാൻ അതിൻ്റെ ഒരു തത്രപ്പാടിൽ ജീവിക്കുന്നതുകൊണ്ട് കുടുംബ പ്രാർത്ഥനയില്ല, പള്ളിയിൽ പോകാനും അവർക്ക് സമയമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകരുത്. അമിതാധ്വാനം അരുത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. 1 തീമോത്തി 6:17 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്: ഔദ്ധ്യത്യം വെടിയുക. ഔദ്ധ്യത്യം എന്ന് പറഞ്ഞാൽ അഹങ്കാരം. രണ്ട് രീതിയിൽ ഇത് പ്രകടമാകാം. ഒന്ന്, ദൈവമില്ലെങ്കിലും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന അഹങ്കാരം, ദൈവത്തെ കൂടാതെ സ്വന്തം കഴിവിൽ ആശ്രയിച്ചുള്ള ജീവിതം. രണ്ടാമത്തേത്, അധ്വാനിക്കേണ്ടതുപോലെ അധ്വാനിക്കാതെ ദൈവം എല്ലാം ചെയ്യട്ടെ എന്ന രീതിയിൽ ദൈവത്തിന് മുഴുവനായിട്ടും വിട്ടുകൊടുത്തിരിക്കുന്ന അവസ്ഥ. ഇത് രണ്ടും ശരിയല്ല. അധ്വാനിക്കണം, ഒപ്പം പ്രാർത്ഥിക്കണം. ഈ ഒരു കോമ്പിനേഷൻ നിലനിർത്തിക്കൊണ്ട് ജീവിത വിജയം വരിക്കുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് ഔദ്ധ്യത്യം വിട്ട് എളിയവരുടെ തലത്തിലേക്ക് എല്ലാവരും വരുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യൻ്റെ വിജയം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് അരുൾ ചെയ്ത ദൈവമേ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അധ്വാനം ഫലമണിയേണ്ടതിന് അവിടുത്തെ ആശീർവാദം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കാനും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും വിജയം കാണാനും അങ്ങയുടെ സഹായവും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ. പരാജയത്തിന് വഴി തുറക്കുന്ന അഹങ്കാരവും മറ്റു പാപപ്രവർത്തികളും വെടിഞ്ഞ് ദൈവാശ്രയത്വത്തിലും പരസ്നേഹ പ്രവർത്തികളിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റെന്തിനേക്കാൾ ഉപരിയായി ജീവിത വിജയം ലക്ഷ്യമാക്കാനും അങ്ങയുടെ സഹായത്താൽ അത് കൈവരിക്കാനും ഞങ്ങൾക്ക് കഴിയട്ടെ. ആമേൻ. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ദൈവത്തിന് അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ നിയോഗത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.